JSK സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിലെത്തും. കോടതി വിസ്താര സമയത്തെ ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്താണ് പുതിയ പതിപ്പ്. ടൈറ്റിൽ മാറ്റി ജാനകി V എന്നാക്കിയതും സെൻസർ ബോർഡിന് മുന്നിലെത്തും. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയാൽ ചിത്രം ഉടൻ തിയേറ്ററുകളിൽ എത്തും. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഒടുവിൽ JSK തിയേറ്ററിലേക്ക് എത്താൻ തുടങ്ങുകയാണല്ലേ? വിവാദങ്ങൾക്കൊടുവിൽ JSK സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിലെത്തും. ജാനകി V വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിലായിരിക്കും ഇന്ന് പുതിയ പതിപ്പ് പുറത്തിറങ്ങുന്നത്. ഇന്ന് കോടതി രംഗം അടക്കം മ്യൂട്ട് ചെയ്യണമെന്നും കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു. റീഎഡിറ്റ് ചെയ്ത പതിപ്പ് സമർപ്പിച്ച് 3 ദിവസത്തിനകം സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് സെൻസർ ബോർഡും കോടതിയെ അറിയിച്ചിരുന്നു. അപ്രകാരം ഇന്നലെ റീ എഡിറ്റിംഗ് പൂർത്തിയായി. കൊച്ചിയിലെ ലാൽ മീഡിയയിലായിരുന്നു റീ എഡിറ്റിംഗ് പൂർത്തിയായത്. ഇന്ന് ഇപ്പോൾ സെൻസസ് ബോർഡിന് മുന്നിൽ ഈ ചിത്രം എത്തും. തിരുവനന്തപുരത്തെ സെൻസസ് ബോർഡ് ഓഫീസിലായിരിക്കും ചിത്രം സമർപ്പിക്കുക. എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ട ഹർജി അടുത്ത ബുധനാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ആ സമയത്ത് സിനിമയ്ക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായി നിർമ്മാതാക്കൾ കോടതിയെ അറിയിക്കും. അതിനുശേഷമായിരിക്കും റിലീസിംഗ് തീയതി ഉൾപ്പെടെയുള്ള ഒരു തീരുമാനമുണ്ടാകുക. എന്തായാലും നമുക്കറിയാം, വിവാദങ്ങൾക്കൊടുവിലാണ് ഇത്തരം ചിത്രത്തിന്റെ റീ എഡിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. ജാനകി എന്ന് കോടതി രംഗങ്ങളിൽ അടക്കം പേര് പറയുന്ന ഇടത്ത് മ്യൂട്ട് ചെയ്ത ശേഷമായിരിക്കും ഈ സിനിമ ഇന്നിപ്പോൾ സെൻസർ ബോർഡിന് മുന്നിലെത്തുക. ശരി നിഷ, JSK സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് സെൻസർ ബോർഡിന് മുന്നിലെത്തും. കോടതി വിസ്താര സമയത്ത് ജാനകി എന്ന പേര് മ്യൂട്ട് ചെയ്താണ് പുതിയ പതിപ്പ്. ഒപ്പം ടൈറ്റിലിൽ ജാനകി V എന്നാക്കിയതും സെൻസർ ബോർഡിന് മുന്നിൽ എത്തുന്നുണ്ട്. സെൻസർ ബോർഡ് പ്രശ്നാനുമതി നൽകിയാൽ ചിത്രം ഉടൻ തിയേറ്ററിൽ എത്തും എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.